ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോർച്ചുഗൽ സൂപ്പർ താരമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് റാഫേലിയോ ഒരു കാര്യം വ്യക്തമാക്കുന്നു. അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. നമുക്ക് റാഫേലിയോയുടെ വാക്കുകളിലേക്ക് കടക്കാം. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ലോകകപ്പ് ജയിക്കാൻ റൊണാൾഡോ തൻ്റെ പരമാവധി ശ്രമിക്കും. അദ്ദേഹം അതിനായി പൂർണ്ണ സജ്ജനാണ് എന്നാണ് റാഫേലിയോ വ്യക്തമാക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. ഇതിനോടുള്ള മറുപടി താഴെ കമൻ്റായിട്ട് അറിയിക്കാം. ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കണം. നമുക്കറിയാം, കഴിഞ്ഞ വേൾഡ് കപ്പ് തന്നെ എടുക്കാം. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മളിപ്പോൾ ഞാനൊരു രണ്ട് കാര്യങ്ങൾ ഡിഫറൻസ് ആയിട്ട് പറയാനായിട്ട് പോകുകയാണ്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചിട്ടും ലയണൽ മെസ്സിയെ കുറിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഡിഫറൻറ്റ് ഇവിടെ പറയാനാണ്. അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കും. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയിലേക്ക് കടക്കാം. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് എന്തുകൊണ്ടാണ് കഴിഞ്ഞ വേൾഡ് കപ്പ് ലഭിക്കാത്തത്, അതായത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ തോറ്റുപോയത് എന്നുള്ള ചോദ്യത്തിന് ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടാകും. അപ്പോൾ അത് അറിയാത്തവരിലേക്ക് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മാച്ച് നിങ്ങൾ കണ്ടിട്ടെങ്കിൽ, അതായത് പോർച്ചുഗലിലെ കഴിഞ്ഞ വേൾഡ് കപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മത്സരം എല്ലാ മത്സരങ്ങളും കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാകും ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാറ്റി നിർത്തുന്ന ഒരു കളിയായിരുന്നു അവർ വെച്ചിട്ടുണ്ട്. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒരു ശത്രുവിനെ കാണുന്ന പോലെ, അതായത് ഒരു എതിർ ടീമിനെ കാണുന്ന പോലെയായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൽ പോർച്ചുഗൽ ടീം ആക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. മൊറോക്കോയുമായിട്ടുള്ള മത്സരമാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മ അത്ര ശരിയില്ല, എന്നാലും അതിനാണ് ലാസ്റ്റ് മാച്ച്. അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ പോർച്ചുഗലിൻ്റെ ലാസ്റ്റ് മാച്ച് മൊറോക്കോ ആയിട്ടാണ് തോന്നുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും തിരുത്തുക. മൊറോക്കോ ആയിട്ട് എൻ്റെ 99% മൊറോക്കോ ആയിട്ടായിരുന്നു ആ മത്സരം ഉണ്ടായിരുന്നത്. ആ മത്സരത്തിൽ റൊണാൾഡോ ഇറങ്ങുന്നത് സെക്കൻഡ് ഹാഫിലാണെന്ന് തോന്നുന്നു, അതോ ഫസ്റ്റ്, എൻ്റെ ഒരു ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വെച്ചാണ് കേട്ടോ. സെക്കൻഡ് ഹാഫിൽ റൊണാൾഡോ ഇറങ്ങുമ്പോൾ പോർച്ചുഗൽ ടീം അംഗങ്ങൾ റൊണാൾഡോക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും പാസ് കൊടുക്കുന്നൊരവസ്ഥ. എസ്പെഷ്യലി ഞാനൊരു മെസ്സി ഫാനാണെങ്കിൽ പോലും ആ ഒരു രംഗം കണ്ടപ്പോൾ എന്താ പറയുക, വളരെയധികം സങ്കടം തോന്നി. കാരണം മെസ്സിയെ പോലെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പ്ലെയറാണ് റൊണാൾഡോ എന്ന് പറയുന്നത്. കാര്യം ഞാൻ മെസ്സി ഫാനാണെങ്കിൽ പോലും റൊണാൾഡോയെ എനിക്കിഷ്ടമാണ്. പക്ഷേ റൊണാൾഡോയെ അങ്ങനെ ആക്കിയപ്പോൾ എന്തോ ഒരു സങ്കടം ഉള്ളിൽ വന്നു. ഞാൻ ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ മൊറോക്കോ അതുമായിട്ടുള്ള മത്സരത്തിൽ പോർച്ചുഗൽ താരങ്ങൾ റൊണാൾഡോക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും പാസ് കൊടുക്കുകയും അത് ഏറ്റവും സങ്കടമായുള്ള കാര്യം എന്താ വെച്ചാൽ, റൊണാൾഡോക്ക് പന്ത് കിട്ടാൻ വേണ്ടിയിട്ട് റൊണാൾഡോ തന്നെ മൊറോക്കൻ താരങ്ങളെ എടുത്ത് പോയിട്ട് തട്ടിപ്പറിച്ചിട്ടൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഒരു എന്താ പറയുക, പോർച്ചുഗലിൻ്റെ എതിരെയാണ് റൊണാൾഡോ എന്നൊക്കെ പറയുന്ന മാതിരി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് തന്നെയാണ് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെസ്സിയുടെ അതുകൊണ്ട് തന്നെയൊക്കെയാണ്, അതായത് ഒരു ഇതിഹാസ താരത്തെ, അതായത് പോർച്ചുഗലാക്കിയിട്ടുള്ള ഒരു താരമാണ് റൊണാൾഡോ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അവഗണിക്കുകയും അദ്ദേഹത്തെ ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പോർച്ചുഗലിനെയാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ടിട്ടുണ്ടായിരുന്നത്, അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോർച്ചുഗൽ കഴിഞ്ഞ വേൾഡ് കപ്പ് അവർക്ക് എടുക്കാൻ പറ്റാത്തതെന്നുള്ള രണ്ടാമത്തെ റീസൺ. അതായത് ഇനി മെസ്സിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം, അർജൻറ്റീന ടീം അംഗങ്ങൾ മുഴുവനും വേൾഡ് കപ്പിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അർജൻറ്റീന എന്ന ടീമിന് വേണ്ടിയിട്ടല്ലായിരുന്നു. തൻ്റെ ലെജൻഡായിട്ടുള്ള അർജൻറ്റീനയുടെ സൂപ്പർ താരമായിട്ടുള്ള ലയണൽ മെസ്സിക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പ് എന്നതിന് ആക്കിയിട്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ അർജൻറ്റീന താരങ്ങൾ വേൾഡ് കപ്പിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.